ഇതിലൊരു മൂന്നാം ഭാഗത്തിന്റെ വഴി ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ സിനിമ അവസാനിപ്പിക്കാൻ പോകുന്നവരെന്ന് ആലോചിക്കണം. അപ്പൊ അതിനുള്ള 200 കോടി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ലൂസിഫറിന്റെ ചെലവ് എത്രയായിരുന്നു? ഇത്രയും ഉണ്ടായിരിക്കില്ല. ലൂസിഫർ സ്റ്റീഫന്റെ കഥ പറയുമ്പോൾ, മോഹൻലാലിന്റെ കഥ പറയുമ്പോൾ അതിന് വേറെ വെറൈറ്റി ആയിരുന്നു. അവസാനം നമ്മൾ കണ്ട ഖുറേഷി അബ്രഹാം ഒരു കഥാപാത്രത്തിനെ കൂടി കൊണ്ടിട്ടാണ് ഈ ഭാഗം വന്നിരിക്കുന്നത്. ഇതിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഇത് വെറും ഖുറേഷി അബ്രഹാമിന്റെ കഥ മാത്രമാണോ? സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഒരു ഭൂതകാലത്തിന്റെ ചില സ്പാർക്കുകൾ വരുന്നില്ലേ? ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുന്നൊരു ശൃംഖല, അധികാരവും എല്ലാ പവറുകളും തങ്ങളുടെ കയ്യിലാക്കി കൊഞ്ചെടുക്കുന്ന കുറച്ചു പേരുടെ കഥയാണ്. അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്നതാണ് ഖുറേഷി അബ്രഹാം. എന്താണ് അവസാനം സംഭവിക്കുന്നത്? വീണ്ടും സ്റ്റീഫൻ നെടുമ്പള്ളിയായിക്കൊണ്ട് മലയാളത്തിലേക്ക് വരാൻ വേണ്ടി ഖുറേഷി അബ്രഹാം വരും, മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഒന്നും സംഭവിക്കാൻ പാടില്ല, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ ഇടപെട്, ഇതൊരു ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം വരുന്നു എന്നാണ് പറയുന്നത്.